Welcome to our channel again, friends. Today we will discuss about the seventh clause of ISO 17025, that is process requirement. So we completed general requirement, structural requirement and resource requirement. So structure is over and the resource to fulfill the planning that also over. Now we are discussing about the seventh clause, process. What is the process? Process is nothing but, if it is ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റോ മെറ്റീരിയലിനെ ഒരു ഫിനിഷ്ഡ് കമ്പോണൻ്റ് ആയിട്ട് വെളിയിലേക്ക് വിടാൻ എന്തൊക്കെ നമ്മൾ ആ ഫാക്ടറി ഉള്ളിൽ ആ കമ്പനി ഉള്ളിൽ ചെയ്യുന്നു അതെല്ലാമാണ് ഈ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കാലിബ്രേഷൻ ലാബാണ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ലാബാണ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് റിസൾട്ടായിരിക്കും സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് റിപ്പോർട്ട്, ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, കാലിബ്രേഷൻ റിപ്പോർട്ട്, കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ്, ആ ഫോമിലാണ് നമ്മൾ പോകുന്നത്. അതായത് മെഷർമെൻറ്റ്, ഒരു റിസൾട്ട്, ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് അവർ പ്രൊഡക്റ്റ് ആക്ച്വലി ഹിയർ, അല്ലേ? അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സ്, അതെങ്ങനെയാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കാലിബ്രേഷൻ, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം കൂടി ചേർന്നാണ് ഈ പ്രോസസ്സ് റിക്വയർമെൻറ്റ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും എവിടെ നിന്നായിരിക്കാം? ഒരു എൻക്വയറി വരുന്നത് മുതലായിരിക്കും. അതായത് കസ്റ്റമർ നമ്മൾ ചോദിക്കുന്നു, ഞങ്ങളുടെ അടുത്തൊരു 10 പ്രഷർ ഗേജസ് ഉണ്ട്, കാലിബ്രേഷൻ ചെയ്യാവോ, ചെയ്താൽ എത്രയാണ്, എന്താണ് അതിൻ്റെ കോസ്റ്റ്, എപ്പോൾ തിരിച്ചു തരും, ഇത്തരം എൻക്വയറി, ഈ ക്വയറി വരുന്നതിന് ശേഷം നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കും. പിന്നെ അവർ വർക്ക് ഓർഡർ തരും, ചില നെഗോഷിയേഷൻ ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുമ്പോൾ അത് മുതലാണ് നമ്മുടെ പ്രോസസ്സ് ആരംഭിക്കുന്നത്. ആക്ച്വലി അതൊരു PDCA സൈക്കിളിൻ്റെ രൂപത്തിൽ ഡിസൈൻ ചെയ്തതുകൊണ്ട് ആ രീതിയിലാണ് അത് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പോൾ 7.1 റിവ്യൂ ഓഫ് റിക്വസ്റ്റ് ടെൻഡേഴ്സ് ആൻഡ് കോൺട്രാക്ട്സ്. 7.1.1 The laboratory shall have a procedure for the review of request tenders and contracts. The procedure shall ensure that. അപ്പോൾ ഷാൾ ഉള്ളത് കൊണ്ട് നമുക്കതൊരു പ്രൊസീജിയർ മസ്റ്റായിട്ട് വേണം ഈ റിവ്യൂ ഓഫ് റിക്വസ്റ്റ് ടെൻഡേഴ്സ് ആൻഡ് കോൺട്രാക്ട്സ്. അവിടെയാണ് ഈ SRO ഫോം, ജോബ് കാർഡ്, ഈ കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് വേണ്ട? പ്രൊസീജിയറിൽ എൻഷുർ ചെയ്യണമെന്ന് പറയുന്നു, ABCD പറയുന്ന ചില കാര്യങ്ങൾ. The requirements are adequately defined, documented and understood. എന്താണോ റിക്വയർമെൻറ്റ്, അവർക്ക് എന്താണോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര വരെയാണ്, ഏത് റേഞ്ചിലാണ്, എന്തെല്ലാമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, എന്തെല്ലാമാണ് കാലിബ്രേഷൻ ചെയ്യേണ്ടത്, ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയിരിക്കണം ആ ഒരു പ്രൊസീജിയറിൽ. The laboratory has the capability and resources to meet the requirement. നമുക്ക് നമ്മുടെ ലാബിൽ അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് ഇൻ ടേംസ് ഓഫ് എക്യുപ്മെൻറ്റ്, മാൻ പവർ, നമുക്ക് അക്രഡിറ്റഡ് സ്കോപ്പ്, എൻവിറോൺമെൻറ്റ്, ഇതെല്ലാം സ്യൂട്ടബിൾ ആണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം. അതും ആ പ്രൊസീജിയറിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ആ SRO ഫോം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതെല്ലാം അതിലുണ്ടായിരിക്കും. വേർ external provider are used, the requirements of 6.6 are applied and the laboratory advises the customer of the specific laboratory activities to be performed by the external provider and gain the customer's support, that approval, that's must. അതായത് ചില എല്ലാ ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ജോലി വെളിയിൽ നിന്നാണ് സബ് കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പെർമിഷൻ കസ്റ്റമറിൽ നമ്മൾ വാങ്ങിച്ചിരിക്കണം. ഏതെല്ലാണോ നമ്മൾ വെളിയിൽ ചെയ്യിക്കുന്നത് അതൊന്ന് കൃത്യമായിട്ട് അവരോട് പറയണം. The appropriate method or procedures are selected and are capable of meeting the customer's requirements. എന്താണോ സ്യൂട്ടബിൾ മെത്തേഡ്, പല ടെസ്റ്റിനും പല മെത്തേഡുകൾ ഉണ്ടായിരിക്കാം. ടെസ്റ്റിംഗ് ലാബിലും കാലിബ്രേഷൻ ലാബിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ചില മെത്തേഡ് കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും, പക്ഷേ കോസ്റ്റ്ലി ആയിരിക്കാം. അപ്പോൾ എന്താണോ ഈ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് നമുക്കറിയില്ല. അപ്പോൾ അവരോട് ഏത് മെത്തേഡിൽ ചെയ്യണം, ആ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും കോസ്റ്റ് എന്ന് മുൻകൂട്ടി എല്ലാം പറഞ്ഞ് അവരുടെ അപ്രൂവൽ വാങ്ങിക്കണം. അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഒരു കൊട്ടേഷൻ കൊടുക്കുന്നത്. കൂടുതൽ വർക്കുള്ളതും കൂടുതൽ എക്സ്പെൻസീവ് ആണെങ്കിൽ കോസ്റ്റും കൂടും, കാലിബ്രേഷൻ്റെ അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ. ഓക്കെ, 7.1.2 The laboratory shall inform the customer when the method requested by the customer is considered to be inappropriate or out of date. സംടൈംസ് കസ്റ്റമർ ഒരു 5 വർഷം മുന്നേക്കായിരിക്കും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ പുതിയ മെത്തേഡുകൾ വന്നിട്ടുണ്ടാവും, പുതിയ ടെസ്റ്റ് പ്രോട്ടോക്കോളുകളൊക്കെ പുതിയത് വന്നിട്ടുണ്ടാവും. നമുക്കത് അറിയാം, കാരണം നമ്മൾ യൂഷ്വലി ട്രെയിനിങ് അതുപോലെ സെമിനാറുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നതാണ്, നമ്മുടെ ഫീൽഡാണ് ഈ മെട്രോളജി. അപ്പോൾ നമുക്ക് അവർ പറഞ്ഞ ചിലപ്പോൾ കസ്റ്റമർ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ആ ഇതിൽ ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയും കൂടി നമുക്കുണ്ട്. അല്ല, ആ മെത്തേഡ് ഒബ്സലീറ്റായി, കാലഹരണപ്പെട്ട മെത്തേഡാണ്, ഇപ്പോൾ പുതിയ മെത്തേഡ് വന്നിട്ടുണ്ട്, ഇതാണ് കൂടുതൽ ബെറ്റർ, കൂടുതൽ ആക്യുറേറ്റ് എന്നെല്ലാം അവരോട് നമ്മൾ പറയണം. 7.1.3 When the customer requests a statement of conformity to a specification or standard or the test or calibration, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺഫോമിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ്.
സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം ടെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കാലിബ്രേഷൻ ചെയ്തിട്ടോ അത് ഒരു സ്പെസിഫിക്കേഷനോടെ ഒരു സ്റ്റാൻഡേർഡിനോട് യോജിച്ച് പോകുന്നതാണ്. കൺഫേം ചെയ്യുക പറഞ്ഞാൽ യോജിച്ച് പോവുക. അത് നമ്മൾ ഓക്കെ, നോട്ട് ഓക്കെ, പാസ്, ഫെയിൽ, വിത്തിൻ ലിമിറ്റ്, ഔട്ട് ഓഫ് ലിമിറ്റ്, ഒരു വെള്ളത്തിൻ്റെ ടെസ്റ്റ് ആണെങ്കിൽ വാട്ടർ ഈസ് ഡ്രിങ്കബിൾ, നോട്ട് ഡ്രിങ്കബിൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺഫോമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പാസ്, ഫെയിൽ, ഇൻടോളറൻസ്, ഔട്ട് ഓഫ് ടോളറൻസ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ദ സ്പെസിഫിക്കേഷൻ ഓർ സ്റ്റാൻഡേർഡ് ഏത് സ്റ്റാൻഡേർഡ് പ്രകാരമാണ്, ഏത് സ്പെസിഫിക്കേഷൻ പ്രകാരമാണ് നിങ്ങളത് കൊടുക്കുന്നതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ അറിയണം, കസ്റ്റമർക്കും അറിയണം, ആ റിപ്പോർട്ടിൽ അത് വേണം. പിന്നെ ഇത് കൊടുക്കുന്ന സമയത്ത് ഡിസിഷൻ റൂൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. ഡിസിഷൻ റൂൾ ഷാൾ ബി ക്ലിയർലി ഡിഫൈൻ. ഡിസിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു എറർ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്, ഈ ടോളറൻസ് ഇത്രയാണ്, അപ്പോൾ അതിനുള്ളിലാണ് ഈ വാല്യൂ എങ്കിൽ നമ്മളത് ഓക്കെ പറയും, അല്ലെങ്കിൽ നോട്ട് ഓക്കെ പറയും. പക്ഷേ അതിൻ്റെ കൂടെ ഒരു അൺസർട്ടൈനിറ്റി കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ അൺസർട്ടൈനിറ്റി കൂട്ടിയാലും കുറച്ചാലും വിത്തിൻ ലിമിറ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ഓക്കെ പറയാൻ പറ്റൂ. ചില കേസിൽ കസ്റ്റമർ പറയും നിങ്ങൾ അൺസർട്ടൈനിറ്റി അത് കൺസിഡർ ചെയ്യേണ്ടെന്ന് പറയും, എന്നിട്ട് ഈ എറർ മാത്രം, അത് വാല്യൂ മാത്രം വിത്തിൻ ലിമിറ്റ് ആണെങ്കിൽ ഓക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കണം. ആ SRF ഫോമിലോ അല്ലെങ്കിൽ അവരുടെ റിവ്യൂ റിക്വസ്റ്റ് ടെൻഡേഴ്സ് ഓഫ് കോൺട്രാക്ട്സിന് എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിൽ കൃത്യമായിരിക്കണം. അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളത് കൺസിഡർ ചെയ്യണം, അൺസർട്ടൈനിറ്റി കൂടി കൺസിഡർ ചെയ്യണം. അൺസർട്ടൈനിറ്റി കൂട്ടിയിട്ടും കുറച്ചിട്ടും വിത്തിൻ ലിമിറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങളതിന് ഓക്കെ പറയാൻ പാടുള്ളൂ. ഓക്കെ, ബിക്കോസ് ഇതിനെല്ലാം റിസ്ക് ലെവൽ വെച്ചിട്ടാണ്. കസ്റ്റമർ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എവിടെ യൂസ് ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് എന്താണ് എത്രത്തോളം, കാരണം ഫാൾസ് റിജക്ഷനോ ഫാൾസ് അക്സെപ്റ്റൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മളിങ്ങനെ കൺഫേമിറ്റി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ. Unless inherent in the requested specification or standard, the decision rule selected shall be communicated to and agreed with the customer. അപ്പോൾ ഡിസിഷൻ റൂൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് SRF ഫോമിൽ വേണം, കസ്റ്റമർ അത് എഗ്രി ചെയ്യും വേണം. 7.1.4 Any difference between the request or tenders and the contract shall be resolved before laboratory activity commence. ലബോറട്ടറി ആക്ടിവിറ്റി ടെസ്റ്റിങ്ങോ കാലിബ്രേഷനോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, കസ്റ്റമറും നമ്മളുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. ഈച്ച് കോൺട്രാക്ട് ഷാൾ ബി acceptable both to the laboratory and the customer. Deviation requested by the customer shall not impact the integrity of the laboratory or the validity of result. പല സമയങ്ങളിലും കസ്റ്റമർ ചില ഡീവിയേഷൻ പറയും, എല്ലാതും ചിലപ്പോൾ അയച്ചിട്ടുണ്ടാവില്ല, അവർ ചില സാധനം അയച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ അവർ ചിലപ്പോൾ നോ പ്രോബ്ലം, അതില്ലാതെ നിങ്ങൾ ഇത് മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി, കാലിബ്രേഷൻ ചെയ്താൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ വല്ല ഡീവിയേഷനും അവർ നമ്മളോട് പറയുകയാണെങ്കിൽ, ലാബിൻ്റെ അടുത്ത് പറയുകയാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഡീവിയേഷൻ ഒരിക്കലും റിസൾട്ടിനെ ബാധിക്കരുത്. റിസൾട്ട് അതുകൊണ്ട് തെറ്റായിട്ട് പോരുത്, പിന്നെ നമ്മുടെ ഇൻറ്റിഗ്രിറ്റിയും ബാധിക്കരുത്, നമ്മുടെ ഗുഡ് നെയിമിനെ ഒന്നും അത് ബാധിക്കാൻ പാടില്ല. അത്തരം ഒരു ഡീവിയേഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് ചിലപ്പോൾ ഒരു ഗ്ലാസ് ലേശം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നോ ഇസ് നത്തിങ് വിൽ ഹാപ്പൻ, റിസൾട്ട് വിൽ ബി ഓക്കെ. ഒരു പ്രഷർ ഗേജിന് ഒരു ഗ്ലാസ് ഗ്ലിസറിൻ ഫിൽഡ് അല്ലാത്ത ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അതിനു വേണ്ടി ഒരു പുതിയൊരു പ്രഷർ ഗേജ് വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരം ചില ഡീവിയേഷൻ അക്സെപ്റ്റ് ചെയ്യാന്നല്ലാതെ വേറെ ഡീവിയേഷൻസ് അക്സെപ്റ്റ് ചെയ്യരുത്. റിസൾട്ടിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡീവിയേഷനും അക്സെപ്റ്റ് ചെയ്യരുത്. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം പണി തുടങ്ങുന്നതിന് മുമ്പ്, കാലിബ്രേഷനോ ടെസ്റ്റിങ്ങോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവരായിട്ട് ഡിസ്കസ് ചെയ്ത് ശരിയാക്കണം. ദ കസ്റ്റമർ ഷാൾ ബി ഇൻഫോംഡ് ഓഫ് എനി ഡീവിയേഷൻ ഫ്രം ദ കോൺട്രാക്ട്. അതായത് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മൾ 1000 mm വരെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 1000 mm ഉള്ള ലോങ് ഗേജ് ബ്ലോക്ക് കാലിബ്രേഷൻ അയച്ചു, ചെയ്യാൻ പറ്റില്ല. 600 mm 500 mm ചെയ്യാൻ പറ്റൂ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ അറിയിക്കണത്. If a contract is amended after work has commenced, the contract review shall be repeated and any amendment shall be communicated to all affected personnel. ഈ കോൺട്രാക്റ്റ് അമെൻഡ് ചെയ്താൽ, നമ്മൾ ആദ്യം ഒരു ഡിസ്കസ് ചെയ്ത സമയത്ത് ഉള്ളതല്ല പിന്നെ സംഭവിക്കുന്നത്, വേറെ അമെൻഡ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് റിവ്യൂ അവരായിട്ടുള്ള ഡിസ്കഷൻ പിന്നെ അത് ഒന്നും കൂടി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് ആരൊക്കെയാണോ എഫക്റ്റഡ് ആൾക്കാരെ അവരെല്ലാം ഈ കാര്യങ്ങൾ അറിയിക്കണം. The laboratory shall cooperate with the customer or their representatives in clarifying the customer's request and in monitoring the laboratory's performance in relation to the work performed. ലബോറട്ടറി ഷാൾ കോപ്പറേറ്റ് വിത്ത് ദ കസ്റ്റമേഴ്സ്. ഓർ അത് കസ്റ്റമർ ചിലപ്പോൾ വന്നിട്ട് നമ്മുടെ അടുത്ത് അവരുടെ ടെസ്റ്റിങ്ങോ കാലിബ്രേഷനോ വിറ്റ്നസ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമുക്ക് അവരെ സമ്മതിക്കണം, അവർ എഗ്രി ചെയ്യണം. പക്ഷേ നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റിയെ ഇമ്പാർഷ്യാലിറ്റിയും ബാധിക്കാത്തതുപോലെ അവരുടെ മാത്രം കാര്യങ്ങളെ കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അവരുടെ സാധനങ്ങളും അവരുടെ ടെസ്റ്റിനെ കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ.
ചിലപ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങളുടെ അവരുടെ ഐറ്റം ഇവിടെ ഒന്ന് പാക്ക് ചെയ്യാമെന്നായിരിക്കും. അവർ പാക്ക് ചെയ്യുക അല്ലെങ്കിൽ അവർ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുകയാണെങ്കിൽ നോ പ്രോബ്ലം, അതിന് നിങ്ങൾ അവരോട് കോപ്പറേറ്റ് ചെയ്യണം. 7.1.8 Records of review including any significant changes shall be retained. Records shall also be retained of pertinent discussions with a customer relating to the customer's requirements or the results of the laboratory activities. എല്ലാ റെക്കോർഡ്സുകളും കസ്റ്റമറായിട്ട് നമ്മൾ സംസാരിച്ചും ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ റെക്കോർഡുകളും, എല്ലാ എഴുത്തുകുത്തുകളും, എല്ലാ കറസ്പോണ്ടൻസും, എല്ലാ ഇമെയിലും നമ്മളൊരു ഫയലിൽ സൂക്ഷിക്കണം. റീറ്റെയിൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കണം, കളയാൻ പാടില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്. നമ്മൾ അടുത്ത 7.2 സെലക്ഷൻ, വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ഓഫ് മെത്തേഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ലൈക്ക് ആൻഡ് ഷെയർ.